കുട്ടിക്കഥ 14. കാട്ടിലെ കണ്ണനും കുഞ്ഞുറുമ്പും. എമറാൾഡ് വനത്തിൽ കണ്ണൻ എന്ന നന്മയും കൗതുകം നിറഞ്ഞ ആനയുണ്ടായിരുന്നു. സാധാരണ ആനയല്ല അവൻ. അവന്റെ ചെവി പൂമ്പാറ്റയുടെ ചിറകുകൾ പോലെയായിരുന്നു. ഒരു ദിവസം രാവിലെ അവൻ കുളിക്കാൻ പോയപ്പോൾ ആരോ വിളിക്കുന്ന ശബ്ദം അവൻ കേട്ടു. സഹായിക്കൂ, ആരെങ്കിലും എന്നെ സഹായിക്കൂ. അവൻ ചുറ്റും ഒന്ന് നോക്കി. ആരെയും കണ്ടില്ല. ഇവിടെയാണ് ഞാൻ, താഴെ താഴെ നോക്കൂ. കണ്ണൻ കുനിഞ്ഞൊന്ന് നോക്കി. അപ്പോഴതാ ഒരു ചെറിയ ഉറുമ്പ് ഇലയുടെ കീഴിൽ കുടുങ്ങിയിരിക്കുന്നു. കണ്ണൻ അത് കണ്ടതും അവന്റെ തുമ്പിക്കൈകൊണ്ട് ഇല വാരിയെടുത്തു. അവൻ കണ്ണനോട് നന്ദി പറഞ്ഞു. ഞാൻ ചെറുതാണെങ്കിലും നീ കാണിച്ച ഈ ദയ ഞാൻ മറക്കില്ല. കുഞ്ഞുറുമ്പ് കണ്ണനോട് നന്ദി പറഞ്ഞ് പിന്നെയും കാണാമെന്ന് പറഞ്ഞുപോയി. കണ്ണനും സന്തോഷമായി. അങ്ങനെ കണ്ണൻ അവന്റെ കൂട്ടുകാരുമൊത്ത് കളിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴതാ കറുത്തിരണ്ട മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവൻ വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മടങ്ങവേ അവന്റെ നീളമുള്ള കാലുകൾ കുഴിയിൽ കുടുങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവനത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. സഹായിക്കൂ, അവൻ ഒച്ചയിട്ടു. അപ്പോൾ വനത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുറുമ്പിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ഉറുമ്പുകൾ വന്നു. അവർ വേഗം തന്നെ കുറെ വള്ളികൾ കൊണ്ട് വലിയൊരു കയറുണ്ടാക്കി. കയറിന്റെ മറുവശം അവൻ തുമ്പിക്കൈയിൽ പിടിക്കാനായി കണ്ണന് നൽകി. അങ്ങനെ എല്ലാവരും ചേർന്ന് കണ്ണനെ വലിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണൻ രക്ഷപ്പെട്ടു. അവന് സന്തോഷമായി. അതിനുശേഷം അവരെല്ലാവരും ചെളിക്കോനയിൽ കളിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത്. അന്നു മുതൽ അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളായി. ഒന്നിച്ച് എല്ലാവരെയും സഹായിക്കാൻ അവർ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചെറിയവർക്കും കഴിയും. നമ്മുടെ വലിപ്പമല്ല, മനസ്സാണ് നമ്മളെ വലിയവനാക്കുന്നത്. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അടുത്ത കഥയുമായി വരാം. ബായ് കൂട്ടുകാരെ.